പച്ചമരുന്നുകളുടെ അത്ഭുത സിദ്ധിയെപ്പറ്റി നാം ഓരോരുത്തരും ബോധവാന്മാർ ആയിരിക്കണം. വാൾ വിഴുങ്ങുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പിച്ചാത്തി കൊണ്ട് കാല് കുത്തിക്കീറുന്ന മനുഷ്യരെയും കണ്ടിട്ടുണ്ട്. ജാലവിദ്യകളിൽ അത്ഭുതങ്ങൾ കാണിക്കുന്ന പച്ചമരുന്നുകൾ നമുക്കിടയിൽ തന്നെ ഉണ്ട്. ആ പച്ചമരുന്നുകൾ നിങ്ങൾ ഓരോന്ന് അല്ലെങ്കിൽ ഒന്നെങ്കിലും അറിഞ്ഞിരിക്കുന്നത് വളരെ വിശേഷമാണ്. അതിലുപരി ഈ പച്ചമരുന്നുകൾ പല വിധത്തിൽ ഉപയോഗിച്ചിട്ടാണ് ഈ കൺകെട്ട് അല്ലെങ്കിൽ ഇന്ദ്രജാലം എന്ന വിദ്യ കാണിക്കുന്നത്. ഇന്ദ്രജാല വിദ്യയിൽ അത്ഭുതങ്ങൾ എന്ന് പറയുന്ന നിസ്സാര മരുന്നുകളുടെ പ്രയോഗങ്ങളാണ് ഇന്ദ്രജാല വിദ്യ. താഴോട്ട് അപ്പം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ മുന്നിൽ ഈ ഒരു കുപ്പിയാണുള്ളത്. ഉടഞ്ഞ, അതായത് മൂട് ഭാഗം ഉടഞ്ഞ ഒരു കുപ്പിയാണ്. ഈ കുപ്പിയുടെ ഒരു സൈഡ് നമുക്ക് ചവച്ച് കഴിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. കഴിക്കാനല്ല, ചവയ്ക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. നമുക്ക് നിസ്സാരമായിട്ട് സാധിക്കും. പക്ഷേ പച്ചമരുന്നിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമുള്ളൂ, അല്ലെങ്കിൽ പറ്റില്ല. അല്ലാതെ നിങ്ങൾ അപകടത്തിലേക്ക് കൈ കടത്തരുത് ആരും. നമുക്ക് തുടങ്ങാം. ഈ കുപ്പിയുടെ ഉടഞ്ഞ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് നല്ലതുപോലെ ചവയ്ക്കാം. എന്ന് വെച്ചാൽ കുപ്പി മുഴുവനായിട്ട് ചവയ്ക്കാനും നമുക്ക് സാധിക്കും എന്ന് സാരം. കുപ്പി നമ്മൾ മണൽ പോലെ ചവച്ചിരിക്കുകയാണ്. ഈ ചവച്ചിരിക്കുന്ന കുപ്പിയുടെ ഒരംശം നമുക്ക് ക്യാമറ ദൃഷ്ടിയിലേക്ക് ഒന്ന് കാണിക്കാം. ഇതാണ് കുപ്പി, ഉടഞ്ഞ കുപ്പി. നല്ല വ്യക്തമായി കാണാൻ സാധിക്കും. അതുപോലെ മണൽ പോലെ ചവച്ച അതായത് ഈ കുപ്പിയോടിൻ്റെ തരികൾ ഞാൻ തുപ്പിക്കളഞ്ഞു. ഇതുപോലെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ LPG കമാൻഡോസ് അല്ലെങ്കിൽ മാർക്കോസ് എന്ന പട്ടാളത്തിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. ഇത് അതുമായിട്ട് താരതമ്യം ചെയ്യാൻ നമുക്ക് പറ്റില്ല. അവർ തനി കുപ്പി ഗ്ലാസ്സാണ് ഉടച്ച് ചിലപ്പോൾ കടിച്ച് ചവയ്ക്കുന്നത്. ഇത് നമ്മൾ മരുന്ന് ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. മരുന്ന് ഉപയോഗിച്ചാൽ നമുക്ക് ഏത് ഗ്ലാസും പല്ലിനാവതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കടിച്ച് പൊട്ടിക്കാൻ, അതായത് മണൽ ചവയ്ക്കും പോലെ ചവച്ച് പൊട്ടിക്കാൻ സാധിക്കും എന്ന് സിമ്പിൾ ആയ ഒരു വിദ്യയാണ് ഈ കാണുന്നത്. അപ്പോൾ പച്ചമരുന്നിനെ പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയുവാനുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടർന്ന് ഈ പേജ് പൂർണ്ണമായിട്ട് കാണുക. അതുപോലെ ഈ പേജിൻ്റെയോടൊപ്പം, അതായത് നമ്മോടൊപ്പം കൂടെ യാത്ര ചെയ്യുക. ഓരോ വീഡിയോകളും നിങ്ങൾക്ക് കാണുമ്പോൾ ചില രഹസ്യങ്ങൾ ഉണ്ടാകും. എല്ലാം പെട്ടെന്ന് തുറന്നു പറയുകയില്ല, അത് ഉറപ്പാണ്. ഒരു വൈദ്യനും പാരമ്പര്യമായി കിട്ടിയ വൈദ്യ വിദ്യകൾ ആർക്കും പെട്ടെന്ന് പകർന്നു നൽകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. അത് അബദ്ധമാണ്. നമ്മൾ നടന്നു പോകുന്ന സമയത്ത് നിലനാരകം എന്ന് പറയുന്ന ചെറിയൊരു സസ്യമാണ്. ഈ സസ്യത്തിൻ്റെ അത്ഭുത ഗുണം ശരിക്കും പറഞ്ഞാൽ മാജിക്കൽ പ്ലാന്റാണ്. ചെറിയൊരു വൃക്ഷമാണ്, പക്ഷെ അത് അത്ഭുതമാണ്. ഇതുപോലെ നിരവധി അത്ഭുതങ്ങൾ നമ്മൾ കാണുന്ന മരുന്നുകളിലുണ്ട്. ഞാൻ രസാദി ഗുണങ്ങൾ മരുന്നുകളിലെ പറ്റി പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. രസം, വീര്യം, കടു, ഇതിനകത്ത് വിപാകാദികൾ, ഇതിൻ്റെ ഓരോരോ ഗുണനിലവാരങ്ങൾ ഒക്കെ പറയും. നമ്മൾ അത് ശ്രദ്ധിച്ചാൽ മതി. ആ മരുന്നിൻ്റെ ഗുണം അത്രയ്ക്ക് വീര്യമേറിയതാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മരുന്നുകൾ അത്ഭുതം ഉളവാക്കുന്ന വിദ്യയാണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ താഴെ കാണുന്ന
ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി മുന്നോട്ട് പോവുക. അപ്പോൾ നല്ല വീഡിയോകൾ എല്ലാ ദിവസവും വെള്ളിയാഴ്ച വൈകുന്നേരത്തെ 4 മണിക്ക് തന്നെ ഞാൻ പബ്ലിഷ് ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.